പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ വർക്കലയിലുള്ള തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള കാപ്പിൽ ബീച്ചിലേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ആ ബീച്ചിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലുമാണ്. അതായത് അതിൻ്റെ നടുക്കൂടെയാണ് ഒരു റോഡ് പോകുന്നത്. ആ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലിനെയും കായലിനെയും വ്യൂ കാണാൻ പറ്റും. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്നൊന്ന് പോയി നോക്കാം. കൊറോണ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, എന്തൊക്കെയാണ് അവിടെയുള്ള ഇതൊക്കെയെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് പോകാം. ഇപ്പോൾ ദൂരെയായിട്ട് സീയുടെ വ്യൂ ഒക്കെ ചെറുതായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം എത്തിച്ചേരുകയായി. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം സീയുടെ അവിടെ ഒരു ലാൻഡ് പോർഷൻ ഉള്ളതും നല്ല ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ റൈറ്റ് സൈഡിൽ ആ ഒരു ലേക്കിൻ്റെ പോർഷനും ഫുൾ ഓഫ് ഗ്രീനറിയാണ്. ഇവിടെ നല്ല ഇത് മരങ്ങളും പിന്നെ തെങ്ങുകളും അതൊക്കെ ആയിട്ട് നിറയെ നിൽക്കുന്നുണ്ട് രണ്ട് സൈഡിലുമായിട്ട്. അതായത് ആ സൈഡിലൂടെയാണ്, ആ ഒരു ലാൻഡ് പോർഷനിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അവിടെ കൂടെ പോകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് കാണാൻ പറ്റും നമുക്ക്. അതേ ഇപ്പോൾ തന്നെ നിറയെ തെങ്ങുകളൊക്കെ നിൽപ്പുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു ടിപ്പിക്കൽ പണ്ടത്തെ ഒരു കേരളത്തിൻ്റെ പിക്ചർ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഈ വഴിയാണ്, ഈ ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു ഇതിലൂടെയാണ് നമുക്കിനി പോകേണ്ടത്. നമുക്കിനി ഇതുവഴി ഇറങ്ങി ഇതിൻ്റെ എൻഡിലേക്കാണ് പോകേണ്ടത്. ഇത് ടാർഡാത്ത റോഡ് അവിടെ തീർന്നു. ഇനി സൈഡിലുള്ള ഒരു വഴി, ചെറിയൊരു ഗ്രൗണ്ട് പോലുള്ള വഴിയാണ് നമ്മൾ ഇറങ്ങിയത്. ഇതിൻ്റെ എൻഡിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ കുറച്ച് പോർഷൻ ആകുമ്പോഴേക്കും, പകുതി ദൂരം ആകുമ്പോഴേക്കും വണ്ടി അതുവരെ പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ മണലാണ്. ആ മണലിൽ ചിലപ്പം പൂണ്ട് പോകും. കുറച്ച് മണലുണ്ട്. അപ്പോൾ ഇതിന് ദൂരം കുറച്ചുകൂടെ പോകുമ്പോഴേക്കും പാർക്കിംഗ് എത്തും. അവിടെയാണ് നമുക്ക് വണ്ടി വെച്ചിട്ട് ഇവിടുത്തെ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കടലിനെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലാണ് കായലിൻ്റെ പോർഷൻ ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് കായലിൻ്റെ പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയൊരു ഓഫ് റോഡാണ്. ചെറുതായിട്ട് കുഴികളൊക്കെ ഉണ്ട് അവിടെ. ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടികളൊക്കെ വരുന്ന, അവിടെ നിന്ന് വണ്ടികൾ വരുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കുറച്ചുണ്ട്. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് തോന്നുന്നു. പാർക്കിംഗ് ഏരിയ നമ്മളിപ്പോൾ എത്തി. ഇവിടെയാണ്. ഇവിടെ കാർ പാർക്കിംഗ് ആണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേക്കും ബൈക്ക് പാർക്കിംഗ് എത്തും. ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറേ ഇടിഞ്ഞു പൊളിഞ്ഞ കുറച്ച് ഹട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് പഴയ എന്തോ റെസ്റ്റോറൻറ്റ് എന്തോ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ വർക്കിംഗ് അല്ല. പിന്നീട് എന്തോ പ്രശ്നം വന്ന് അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്തതാണിത്. ഇവിടെയാണ് നമുക്ക് ബൈക്ക് വെക്കേണ്ടത്. ഇവിടെ എല്ലാവരും ബൈക്ക് വെച്ചിരിക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. കാറും ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. നമുക്കിവിടെ എവിടെയെങ്കിലും ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളപ്പോൾ ഈ സ്ഥലത്താണുള്ളത്. വർക്കല കാപ്പിൽ ബീച്ചിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ ആ കടലിൻ്റെയും കായലിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെയാണെങ്കിൽ കുറേ പൈൻ മരങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ബീച്ചിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫുള്ളും സ്റ്റോൺസും വലിയ റോക്സ് ഒക്കെയാണ് ഉള്ളത്. ബീച്ച് എന്ന് പറയാൻ സാൻഡായിട്ട് അങ്ങനെ ഒന്നുമില്ല. അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഈ കാണുന്ന കല്ലിൻ്റെ ഇവിടെയൊക്കെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അപ്പുറം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കായൽ കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ കായലാണ്. ഇതിൻ്റെയും കടലിൻ്റെയും കായലിൻ്റെ ഇടയ്ക്ക് ആ മൺതിട്ടയാണുള്ളത്. ആ മൺതിട്ടയും ഈ പാറക്കല്ലും ഇത് ആ നീണ്ടു പോകുന്ന സ്ഥലം അങ്ങറ്റത്ത് എത്തുമ്പോഴേക്കും അവിടെ തീരുവാണ് ചെയ്യുന്നത്. അവിടെ കുറേ ആളുകൾ ഇരുന്ന് കുളിക്കുന്നുണ്ട് അവിടെയൊക്കെ. ഇതിൻ്റെ അറ്റത്ത് എത്തുമ്പോഴേക്കും കടലും കായലും കൂടെ അവിടെ ചേരുവാണ്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഒത്തിരി ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആളുകൾ ഒരു രക്ഷയില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം കഴിയുന്നവരും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഒരു 4 മണിയായപ്പോൾ എത്തിയതാണ്. അപ്പോഴും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും ഇരട്ടിയായിട്ടുണ്ട്. അവിടെ വണ്ടികളിപ്പം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഇപ്പം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇതാണ് ബീച്ചിൻ്റെ ദൃശ്യം. ഇതാണ്
കടലിൻ്റെയും കായലിൻ്റെയും ഇടയ്ക്കുള്ള ആ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഈ കല്ലുകൾ കടലോട്ട് വേർതിരിക്കാൻ വേണ്ടി കല്ലുകൾ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് മണ്ണിട്ട, ആ മണ്ണിട്ട വഴിയാണ് നമ്മൾ നടന്നു പോയിരുന്നതും. പിന്നെ വണ്ടികളൊക്കെ ഇങ്ങും അറ്റം വരെ വരുന്നില്ല, അവിടെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് ആകുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് വണ്ടിയുടെ പാർക്കിംഗ് ഒക്കെ. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത്, ആ മന്ദിരയുടെ അപ്പുറത്ത് കാണുന്നത് കായലാണ്. ആ കായലിൻ്റെ സൈഡിലാണെങ്കിൽ കുറേ പൈൻ മരങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കലും ഈ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ മെയിൻലി അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ പൈൻ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ് ഈ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ മെയിൻലി നടക്കുന്നത്. ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ അതുവഴി നടന്നു വന്നപ്പോൾ തന്നെ ഒരു 5-6 ടീംസ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിന് മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടെ നിന്ന് നേരെ താഴത്തെ ആ കായലിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇറങ്ങി ഇതീ ചവിട്ടി ഇവിടെ ഇറങ്ങി, അല്ല ഇതീ ചവിട്ടി ഇവിടെ തന്നെ ഇറങ്ങി. അത് വരില്ലേ? ഇതീ ചവിട്ടി ഇറങ്ങി, ഈ ചവിട്ടി ഇവിടെ ഇറങ്ങി. ഒരു കാണിക്ക് അപ്പുറത്തോട്ട് വാ, ഇതുവഴി വാ, വാ ഇവിടെ ഇറങ്ങി. ഇറങ്ങ്, ഇല്ല ഞാൻ പിടിച്ചിട്ടുണ്ട്, നീ ഇറങ്ങ്. നമ്മളപ്പോൾ ആ കായലിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ആ കായലിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും. അവിടെ കാണാമല്ലോ, ഇതാണ് ഈ കായലിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഈ കായലിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് നമുക്കൊരു പുൽത്തകിരി കാണാൻ പറ്റുന്നത്. അവിടെ നല്ല അടിപൊളിയാണ്. നമ്മളങ്ങനെ കാപ്പൽ ബീച്ചിനോട് വിട പറയുകയാണ്. ഇപ്പോൾ സമയമാണെങ്കിൽ ഒരു ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇവിടുന്ന് പോയി തുടങ്ങി. ഇപ്പോൾ ബീച്ച് ഏകദേശം വിജനമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നതിനേക്കാൾ ആൾ നല്ല കുറഞ്ഞു, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇറങ്ങുകയാണ്. നല്ല ഇരുട്ടി തുടങ്ങി. ഇപ്പോൾ നല്ലൊരു അനുഭവം നമുക്കിവിടെ ലഭിച്ചു. ഇങ്ങനെ ഓവർകം മീൻസ് ഇങ്ങനെ ബീച്ചായിട്ട് പറയത്തക്കതായിട്ട് ഒന്നുമില്ല. ഇവിടെ സാൻഡ് പോർഷൻ ഒന്നും കാണാനില്ല. ഇങ്ങനെ വേവ്സ് ഈ റോക്സിന്റെ അടുത്ത് വരെ എത്തുന്നുണ്ട്. അതായത് നമുക്ക് സാധാരണ ഒരു ടിപ്പിക്കൽ സീയുടെ ഒരു വ്യൂ അല്ല ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മീറ്റിംഗ് പ്ലേസ് ഓഫ് സീ ആൻഡ് ലേക്ക് ആണ്. ഇപ്പോൾ നമ്മുടെ സീനറി എന്ന് പറഞ്ഞാൽ ആ സ്കൈയിലൊക്കെ നല്ല ക്രിംസൺ റെഡ് കളർ ആയിട്ടുണ്ട്. ക്രിംസൺ റെഡ് കളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഡാർക്ക് ക്ലൗഡ്സ് ഒക്കെ വന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് ഏകദേശം മഴയൊക്കെ വരുമല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. എന്തായാലും നമ്മളിപ്പോൾ ഈ പാറപ്പുറത്ത് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് താഴെ ഇറങ്ങിയിട്ട് വേണം നടക്കാൻ വേണ്ടി. താഴെ ഈ മണലിൽ കൂടിയാണ് ഇനി നമുക്ക് നടക്കേണ്ടത്. ഗാഡി ഇറങ്ങിക്കോ, നമ്മൾ പോവുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ബീച്ചിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോവുകയാണ്. പോകുന്നതാണ് കാണുന്നത്. ബീച്ചിൽ വന്ന് എത്ര നേരം വന്നിരുന്നവരെല്ലാം പോവുകയാണ്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത്. അവിടെയാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. 2 കാറുകളുടെ ഇടയിലാണ് നമ്മുടെ ബൈക്ക് കൊണ്ട് വെച്ചിരിക്കുന്നത്.